എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ഒരുപാട് ഫയൽസ് കണ്ട് കണ്ണു തള്ളി ബോധം കെട്ട് കിടക്കാണ് നമ്മുടെ ഹൊക്കാഗെ ആന്റി. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഹൊക്കാഗയുടെ ഓഫീസിന് മുന്നിലായിട്ട് നമ്മുടെ കുട്ടപ്പൻ. നിന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീ ഇങ്ങനെയൊരു സ്വഭാവക്കാരിയാണോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരാഴ്ചയായിട്ട് എനിക്ക് ഒരു മിഷൻ പോലും നീ തന്നിട്ടില്ല. കുട്ടപ്പനാവട്ടെ ഇപ്പൊ സെക്യൂരിറ്റികളൊത്ത് അടി വഴക്ക് ബഹളം. അങ്ങനെ 1ന് 100 പറഞ്ഞ് 50 പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ ഗ്രൗണ്ടിൽ വന്ന് അവന്റെ ക്ലൗൺസുകൾ ഉപയോഗിച്ച് ഫുട്ബോൾ കളിക്കാൻ ആരംഭിക്കും. ഒരുപാട് നേരം കളിച്ചപ്പോ തന്നെ നമ്മുടെ കുട്ടപ്പന് ബോറടിച്ച് അവനിപ്പോ ഗ്രൗണ്ടിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കും. മാമൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇതിപ്പോ മാമനും ഒരു മിഷന് പോയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ സാസുകെ അന്വേഷിച്ച് പോവാന്ന് വിചാരിച്ച ഹൊക്കാഗെ ആണെങ്കിൽ അതിന് വിടവില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടപ്പൻ ആകാശത്തേക്ക് നോക്കിക്കിടക്കുമ്പോ കറക്റ്റായിട്ട് കിബയും അവന്റെ പട്ടിക്കുട്ടിയും വരും. അപ്പൊ കിബ ചോദിക്കും, നിനക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പ്രാക്ടീസ് ചെയ്താലോ? എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പൊ ഓരോ മിഷന് വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ നമ്മുടെ ഹിരട്ടക്കുട്ടപ്പി അവിടേക്ക് ഓടി വരും. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ എത്രയും പെട്ടെന്ന് വായോ, ഹൊക്കാഗെ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് കേൾക്കുമ്പോ നമ്മുടെ കുട്ടപ്പന് ഒരുപാട് സന്തോഷാവും. തീർച്ചയായിട്ടും എന്തെങ്കിലും അടിപൊളി മിഷന് വേണ്ടിയായിരിക്കും ഇപ്പൊ ഹൊക്കാഗെ നമ്മൾ വിളിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അവര് 3 പേരും ഇപ്പൊ ഹൊക്കാഗയുടെ അടുത്തേക്ക് ഓടി വരും. കട്ട് ചെയ്താ നമ്മുടെ ഹൊക്കാഗെ ആന്റി ഇപ്പൊ വലിയൊരു മാപ്പ് കാണിച്ചു കൊടുത്തിട്ട് പറയും, ഒരു പ്രത്യേക സ്ഥലത്ത് ഇപ്പൊ ഒരു നിധിയുണ്ട്. അതെങ്ങനെയെങ്കിലും നിങ്ങൾ 3 പേരും ചേർന്ന് ഇപ്പൊ കണ്ടുപിടിക്കണം. ഏകദേശം 100 കോടിയുടെ സ്വത്തുക്കളാണ് അവിടെ ആരും അറിയാതെ ഇപ്പൊ മറച്ചു വെച്ചിരിക്കുന്നത്. അത് കേട്ട് കുട്ടപ്പൻ ഞെട്ടും. ഇതിപ്പോഴാണോ പറയണേ? ഇത് മുൻപേ അറിയായിരുന്നെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും ഞാൻ നേരത്തെ അടിച്ചു മാറ്റിയേനെ. അവിടെ അങ്ങനെ ഒരു നിധി ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ഈ നിൽക്കുന്ന വടിവേലി ചേട്ടനാണ്. അപ്പൊ ആ വടിവേലി ചേട്ടൻ ആ നിധി എടുക്കുക എന്നത് അത്ര എളുപ്പമല്ല. ഒരിക്കലും ഒരു സാധാരണ മനുഷ്യരെ കൊണ്ട് അത് എടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പണ്ടേ അത് ഞാൻ തന്നെ പോയി എടുത്തേനെ. മാത്രമല്ല, ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് അതെടുക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വെറും 3 ദിവസം മാത്രമേ ഞാൻ തരികയുള്ളൂ. ഈ ഒരു മിഷൻ അത് വളരെ സിമ്പിളാണ്. ഇതും കറക്റ്റായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും നിങ്ങളെ 3 പേരെയും ഞാൻ ആ അക്കാദമി തന്നെ തിരികെ കൊണ്ടുചെന്ന് ചേർക്കും. കാരണം നിങ്ങൾ എല്ലാവരും ഇത്രയും നാൾ ചെയ്ത മിഷൻസ് എല്ലാം തന്നെ ഫെയിലിയറാണ്. പ്രത്യേകിച്ച് നറൂട്ടോ കുട്ടപ്പൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു മിഷനും തോക്കുകയാണെങ്കിൽ നിങ്ങൾ 3 പേരും തിരികെ അക്കാദമിയിലേക്ക് പോയി അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് വീണ്ടും നിഞ്ചകളായി തീരണമെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടപ്പനും ടീംസും ആവട്ടെ അവർ ഷോക്കായിട്ട് ഇപ്പൊ ഹൊക്കാഗയെ നോക്കി നിൽക്കും. അത് കേട്ട് കിവ പറയും, ആ ഒരു ഈച്ചയെ പിടിക്കാൻ പോയ മിഷനിൽ എല്ലാം കുളമാക്കിയത് നറൂട്ടോ കുട്ടപ്പനാണ്. അതുമാത്രമല്ല, തോറ്റ എല്ലാ മിഷൻസിന്റെയും പൂർണ്ണ ഉത്തരവാദി നറൂട്ടോ കുട്ടപ്പൻ മാത്രമാണ്. ഞാൻ എല്ലാ മിഷൻസിനും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ്, സത്യമായിട്ടുമാണ്. ദയവ് ചെയ്ത് എന്നെ കുട്ടപ്പന്റെ കൂടെ അക്കാദമി കൊണ്ടുപോയി ചേർക്കരുത്. അതിന് ഹൊക്കാഗെ ആന്റി പറയും, എനിക്കറിയാം ആരൊക്കെ എങ്ങനെയൊക്കെ ഓരോ മിഷൻസ് ചെയ്യുന്നു എന്ന്. അതുമാത്രമല്ല, നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പിലുള്ള ഒരാൾ തോറ്റാൽ പോലും നിങ്ങൾ 3 പേരും തോറ്റതായിട്ടായിരിക്കും ഞാൻ കണക്കാക്കുക. അതുകൊണ്ട് ഇത്തവണയെങ്കിലും ഈ ഒരു മിഷൻ സക്സസ് ആക്കി തീർക്കണം. കട്ട് ചെയ്താ ഇപ്പൊ ഹിനട്ടയും കുട്ടപ്പനും കിബയും ആവട്ടെ അവര് 3 പേരും ഒരു ഗ്രൗണ്ടിലേക്ക് വരും. അവിടെ വന്നിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവരാലോചിച്ച് നിൽക്കും. കിബ പറയും, നമ്മൾ കൺഫ്യൂസ് ആകാൻ പാടില്ല, നമ്മൾ വളരെയധികം ഫോക്കസ് ആയിരിക്കണം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. അപ്പൊ അതേ സമയത്ത് ഇറൂക്ക അവിടേക്ക് വന്ന്, നിങ്ങളെ 3 പേരെയും കണ്ടിട്ട് ഇപ്പൊ ഒരുപാട് കാലമായല്ലോ, ഇടയ്ക്ക് അക്കാദമിയിലേക്കൊക്കെ ഒന്ന് വായോ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് അവരെ ക്ഷണിക്കും. അത് കേട്ട് നമ്മുടെ ആൾക്കാര് ഞങ്ങളില്ലേ എന്നും പറഞ്ഞ് അവിടുന്ന് 100-110 ഇപ്പൊ പുറത്തേക്ക് ഓടും. അങ്ങനെ നമ്മുടെ 3 യോദ്ധാക്കളും ഇപ്പൊ റെഡിയായിട്ട് മിഷന് വേണ്ടി പുറത്തേക്ക് പോകും. അപ്പൊ കുട്ടപ്പൻ പറയും, ഇത്രയും നാള് മിഷൻസ് എല്ലാം തോറ്റത് ഞാൻ കാരണമല്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഈ മിഷൻ ഞാൻ തന്നെ സക്സസ് ആക്കും. അതിന് കിബ പറയും, നീ ഇല്ലെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ട് ഞങ്ങൾ 2 പേരും ഈ മിഷൻ ജയിക്കും. അങ്ങനെ 1ഉം 2ഉം പറഞ്ഞ് ഇപ്പൊ വീണ്ടും അവര് 2 പേരും പൊരിഞ്ഞാട്ടി. അങ്ങനെ 1ന് 100 പറഞ്ഞ് 50 പറഞ്ഞ് അവരിപ്പോ അവസാനം പുറപ്പെടും. അപ്പൊ കിബയാവട്ടെ ആ ഒരു മാപ്പ് താഴെ വെച്ച് ഒരു നദി ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പറയും, നമ്മൾ ഈ ഒരു നദി ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അവിടേക്ക് എത്തിച്ചേരാൻ കഴിയും. അതിന് കുട്ടപ്പൻ പറയും, ഓ ആ വഴി വേണ്ട, നമുക്ക് നേരെ തന്നെ പോവാം. ആ ഒരു പാറയും മലയും എല്ലാം ക്രോസ് ചെയ്ത് വളരെ അഡ്വഞ്ചർ ആയിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം.
അതിന് കിബയാവട്ടെ വേണ്ട വേണ്ട, അതുവഴി പോയാ ഒരുപാട് സമയമെടുക്കും, നമുക്ക് ഈ പുഴ തന്നെ ഇപ്പൊ ക്രോസ് ചെയ്ത് പോവാന്ന് പറയുമ്പോ കുട്ടപ്പൻ പറയും നമുക്ക് രണ്ടുപേർക്കും ഇപ്പൊ ബെറ്റ് വെക്കാം. ദൂരത്തായിട്ട് ഒരു കല്ലവൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പറയും ആരാണോ ആ കല്ലിന്റെ അടുത്ത് ആദ്യം എത്തുന്നത് അവര് ജയിച്ചു. അത് പറയേണ്ട താമസം ഇപ്പൊ രണ്ട് സ്വത്തുമണികളും രണ്ട് വഴിയിലൂടെ ആ ഒരു പാറയെ ലക്ഷ്യമാക്കി ഓടാനായിട്ട് തുടങ്ങും. കുട്ടപ്പി ആവട്ടെ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കും. എന്നിട്ട് കൂടുതൽ ആലോചിക്കാതെ ഇപ്പൊ കുട്ടപ്പന്റെ പുറകെ തന്നെ അവൾ ഓടാൻ തുടങ്ങും. കുട്ടപ്പനാവട്ടെ ഇനട്ടയുടെ കൈയൊക്കെ പിടിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ പാറയുടെ ഇടയിൽ കൂടെയും മുൾച്ചെടിയുടെ ഇടയിൽ കൂടെയൊക്കെ അവളെ കൂട്ടിക്കൊണ്ടുപോയി വലിയൊരു പാറക്കെട്ടിന്റെ മേലേന്ന് തലയും കുത്തി താഴെ വീണ് ഇപ്പൊ കഷ്ടപ്പെട്ട് ആ ഒരു പാറയുടെ അടുത്ത് എത്തിച്ചേരും. കുട്ടപ്പനാണെ ഭയങ്കര ഹാപ്പി, യെസ് നമ്മൾ ജയിച്ചു. കിബയുടെ പൊടി പോലും കാണാനില്ല എന്ന് പറയുമ്പോ നല്ല അടിപൊളി ഒരു ഫുഡിന്റെ മണം അവർക്ക് കിട്ടും. അവരാ പാറയുടെ പിന്നിലേക്ക് പോയി നോക്കുമ്പോ ഇവിടെ കിബയാവട്ടെ അവർക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ബെറ്റില് നമ്മുടെ കുട്ടപ്പൻ തോറ്റ് അവരിപ്പോ അടുത്ത ബെറ്റിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇത്തവണയും കുട്ടപ്പനും കുട്ടപ്പിയും ആവട്ടെ ഒരു പാറയൊക്കെ കയറി വേറെ റൂട്ടിൽ ഓടുമ്പോ നമ്മുടെ കിബ അതിന്റെ ഓപ്പോസിറ്റുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയിലൂടെ ഓടാൻ തുടങ്ങും. കുട്ടപ്പൻ ഒരുപാട് കഷ്ടപ്പെടുമെങ്കിലും അടുത്ത മിഷനും നമ്മുടെ കിബ തന്നെ ജയിക്കും. ആക്ച്വലി കിബയ്ക്കും അവന്റെ പട്ടിക്കുട്ടിക്കും കാടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ആ സമയത്ത് 2-3 പേര് ഇപ്പൊ അവരെ ഫോളോ ചെയ്യുന്നതായിട്ട് നമ്മുടെ ഹിനട്ടക്കുട്ടപ്പിക്ക് ഇപ്പൊ മനസ്സിലാവും. അവളുടെ വ്യാഹു കണ്ണുപയോഗിച്ചുകൊണ്ട് അവരെവിടെയാണെന്ന് ചെക്ക് ചെയ്യുന്ന അതേ സമയത്ത് ഇവിടെ കിബയും നമ്മുടെ കുട്ടപ്പനുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. ഹിനട്ട പെട്ടെന്ന് തന്നെ അവരുടെ ഫൈറ്റ് സോൾവ് ചെയ്ത് വീണ്ടും അവളുടെ വ്യാഹു കണ്ണുവെച്ച് ഇപ്പൊ ചുറ്റുംപുറവും നോക്കുമെങ്കിലും അവൾക്കിപ്പോ ആരെയും അവിടെ കണ്ടെത്താൻ കഴിയില്ല. ചുറ്റും ഒന്നും കാണാത്തോണ്ട് അവർ വീണ്ടും അവരുടെ യാത്ര തുടരുമ്പോ ആ 3 പേര് അവര് ടെററായിട്ട് നോക്കിയിട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യും. കട്ട് ചെയ്താ ഇവിടെ അസിസ്റ്റന്റ് ചേച്ചി പറയും അവര് 3 പേരും സേഫ് ആയിട്ട് അവിടെ പോയി ചേർന്ന് കാണും. അതിന് ഹൊക്കാഗെ ആന്റി പറയും ആ ഒരു മിഷന്റെ പ്ലാൻ അത് മാത്രമാണ് എളുപ്പമുള്ളത്. യഥാർത്ഥത്തിൽ ആ ഒരു മിഷൻ അത് വളരെയേറെ ഡേഞ്ചറാണ്. ഇവിടെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ ഒരുപാട് ട്രാവൽ ചെയ്ത് ഒരു ലൈഫ് സ്റ്റോൺ ഗുഹയുടെ അടുത്തായിട്ട് ഇപ്പൊ എത്തിപ്പെടും. എനിക്ക് തോന്നുന്നത് ഈ ഗുഹയ്ക്കുള്ളിലാണ് ആ നിധി എന്ന് പറഞ്ഞ് നമ്മുടെ 3 ആൾക്കാരും ആ ഗുഹയുടെ ഉള്ളിലേക്ക് ഇപ്പൊ പതിയെ പതിയെ കയറും. ആ ഗുഹയുടെ ഉള്ളില് ഇപ്പൊ മുഴുവൻ ഇരുട്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് ഒന്നും കാണാൻ കഴിയില്ല. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് അവരെ ഫോളോ ചെയ്തു വന്ന ആ 3 പേര് അവരിമ വെട്ടാതെ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാര് ഇപ്പൊ മുൻപോട്ട് പോകുമ്പോ വില്ലന്മാരാവട്ടെ ആ ഒരു ഗുഹയുടെ മേലെ കയറി ഒരുപാട് പാറ കഷ്ണങ്ങള് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ നേർക്ക് അങ്ങനെ തന്നെ തള്ളി താഴേക്കിടും. ഹീനട്ട ഉടനെ അത് കാണും. അവൾ അങ്ങനെ തന്നെ ഇപ്പൊ കുട്ടപ്പനെയും കിബയും സേഫ് ആക്കി ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി നിർത്തും. നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും ആരോ ആ ഗുഹയ്ക്കകത്തുണ്ടെന്ന്. പക്ഷെ പട്ടിക്കുട്ടി അവൻ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോ അവിടെ ആരും ഉള്ളതായിട്ട് അവന് കാണാൻ കഴിയില്ല. അതിന് കിബ ദേഷ്യപ്പെട്ട് പറയും ഈ ഗുഹയിലല്ല ആ നിധി ഉള്ളത്. കുട്ടപ്പൻ എപ്പോഴും ഇങ്ങനെയാണ്, എല്ലാം തെറ്റായി ചെയ്ത് അവസാനം മിഷനിൽ നമ്മൾ തോറ്റുപോകും. നീ എപ്പോഴും ഞങ്ങൾക്കിട്ട് ഇങ്ങനെ തന്നെയാണ് പണി തന്നോണ്ടേയിരിക്കുക. അതിന് കുട്ടപ്പൻ പറയും നിന്നോട് ഞാൻ പറഞ്ഞോ എന്റെ പിന്നാലെ വരാൻ? എനിക്ക് തോന്നി ഞാൻ ഇതിൽ കയറി. അങ്ങനെ വീണ്ടും 1ഉം 2ഉം പറഞ്ഞ് നമ്മുടെ ആൾക്കാര് വഴക്കു കൂടാൻ ആരംഭിക്കും. അപ്പോഴായിരിക്കും ഇപ്പൊ ഹിനട്ടയ്ക്ക് കാലിൽ ഒരുപാട് വേദന തോന്നുക. അവള് കാലില് നോക്കുമ്പോ അവളുടെ കാല് മുറിഞ്ഞിരിക്കുന്നതായിട്ട് കാണും. അത് കണ്ട ഉടൻ തന്നെ കിബയാവട്ടെ അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അതിലെല്ലാം തന്നെ ഇപ്പൊ മരുന്ന് വെച്ചു കൊടുക്കും. അപ്പൊ കിബ ദേഷ്യപ്പെട്ട് പറയും നീ കുട്ടപ്പന്റെ കൂടെ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ പലതും സംഭവിക്കും. നിങ്ങൾ 2 പേരും കൂടി ഇവിടെ റെസ്റ്റ് ചെയ്താൽ മതി. ഞാനും അക്കമരവും കൂടെ പോയി ആ ഒരു നിധി അത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 3 പേരും പഴയതുപോലെ അക്കാദമിയിലേക്ക് തന്നെ തിരികെ പോവേണ്ടി വരും. അത് കേട്ട് കുട്ടപ്പൻ പറയും ഇപ്രാവശ്യം കൂടി എനിക്കൊരു ചാൻസ് തരണം, ഞാൻ കൂടെ നിന്റെ കൂടെ വന്നോട്ടേന്ന് ചോദിക്കുമ്പോ കിബ പറയും ഹിനട്ട കുട്ടപ്പിക്ക് ഇപ്പൊ നടക്കാനാവില്ല, അതുകൊണ്ട് തന്നെ അവളുടെ കൂടെ നീ തന്നെ നിൽക്കണം. എനിക്കും അക്കമൊരു പട്ടിക്കുട്ടിക്കും ഈ കാടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഞങ്ങൾ ഈ മാപ്പ് ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് നിധിയുമായിട്ട് തിരിച്ചു വരാം. അതുവരെ നിങ്ങൾ 2 പേരും മറ്റെവിടെയും പോവാതെ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ തന്നെ കാത്തിരിക്കാൻ പറഞ്ഞ് ഇപ്പൊ കിബയും പട്ടിക്കുട്ടി ആവട്ടെ ആ ഒരു മാപ്പ് നോക്കി മുൻപോട്ടേക്ക് ഓടാൻ തുടങ്ങും. അങ്ങനെ കുട്ടപ്പൻ ഹിനട്ടയുടെ കൂടെ തന്നെ ഇരിക്കുമ്പോ നേരത്തെ കണ്ട ആ 3 പേര് അവിടേക്ക് ചാടി വീണ് ഒരു ബോംബിട്ട് അവിടുന്ന് മറിഞ്ഞു കളയും. നറൂട്ടോ കുട്ടപ്പൻ ചാടി വീണ് ഇപ്പൊ ഹിനട്ട കുട്ടപ്പിയെ അങ്ങനെ പൊതിഞ്ഞു പിടിക്കും. ആ ഒരു ബോംബ് പൊട്ടി ഇപ്പൊ 2 പേരുടെയും ബോധം പോവും. കുട്ടപ്പനും ബോധം വരുമ്പോ അവനെ ആരോ കെട്ടിയിട്ടിരിക്കുകയാണ്. മാത്രമല്ല
തൊട്ടടുത്തായിട്ട് അവന് ഹിനട്ടയും കാണാൻ കഴിയും. അവള് സേഫ് ആണെന്ന് കരുതി ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ അവിടെ മറ്റൊരു ഹിനട്ടയെ ഇപ്പൊ കെട്ടിയിട്ടിരിക്കുകയാണ്. കുട്ടപ്പൻ കൺഫ്യൂസായി ഇതിലേതാണ് യഥാർത്ഥ ഹിനട്ടാൻ ചോദിക്കുമ്പോ അവര് രണ്ടുപേരും ഞാനാണ് ഹിനട്ട എന്ന് ഒരേ ശബ്ദത്തില് ഇപ്പൊ വിളിച്ചു പറയും. ഇതെങ്ങനെ സംഭവിച്ചു, ഇതിൽ നിന്ന് ഞാൻ യഥാർത്ഥ ആളെ എങ്ങനെ കണ്ടുപിടിക്കും ചോദിച്ചിട്ട് കുട്ടപ്പനാവട്ടെ ഇപ്പൊ ഹിനട്ടയുടെ പപ്പയുടെ പേര് അതെന്താണെന്ന് ചോദിക്കും. രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയും ഹിയാഷി. ഐ ആം ട്രാപ്ഡ്. കുട്ടപ്പന് പോലും അവളുടെ പപ്പയുടെ പേര് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ ഈ രണ്ടുപേരും ഇപ്പൊ ഒരേപോലെ തന്നെ അവരുടെ പപ്പയുടെ പേര് പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്കിപ്പോ ആരോ കടന്നു വരും. നീ തലകുത്തി മറിഞ്ഞാൽ പോലും അതിലേതാണ് യഥാർത്ഥ ഹിനട്ട എന്ന് നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. കുട്ടപ്പൻ പേടിച്ചു വരച്ച് അതാരാണെന്ന് നോക്കുമ്പോ അത് മറ്റാരുമല്ല, അവർക്ക് ഈ മിഷൻ കൊടുത്ത ആ ഒരു വടിവേലു ചേട്ടൻ. കുട്ടപ്പൻ 1 മിനിറ്റ് ഷോക്കായിട്ട് അവനെ നോക്കി നിൽക്കുമ്പോ അയാൾ പറയും, എനിക്കാവശ്യം നിധിയല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫേസ് ആണ്. കുട്ടപ്പൻ ആകെ അപ്സെറ്റായിട്ട് ഇപ്പൊ നോക്കി നിൽക്കുമ്പോ ആ ഒരു വടിവേലു പറയും, ഓൾറെഡി നിങ്ങൾ രണ്ടുപേരുടെയും ഫേസ് ഞാൻ എടുത്തു കഴിഞ്ഞു. അപ്പൊ ലോങ് ഷോട്ടിൽ നിന്ന് ഇപ്പൊ കുട്ടപ്പനെ പോലെ തന്നെയുള്ള വേറൊരു കുട്ടപ്പൻ ഇപ്പൊ പുറത്തേക്ക് വരും. അതുമാത്രമല്ല, താഴെ കെട്ടിയിട്ടിരുന്ന 2 ഹിനട്ടകളില് ഒരാള് കൂളായിട്ട് എഴുന്നേറ്റ് ഇപ്പൊ ആ ഒരു കുട്ടപ്പന്റെ കൂടെ തന്നെ നിൽക്കും. കട്ട് ചെയ്ത നമ്മുടെ കിബ കറക്റ്റായിട്ട് ആ ഒരു ഗുഹ ഇപ്പോ കണ്ടെത്തും. കിബ ആ മാപ്പിലൊക്കെ നോക്കി ഇപ്പൊ കറക്റ്റായിട്ട് നിധിയിരിക്കുന്ന ആ ഒരു സ്ഥലം കണ്ടുപിടിക്കും. അവൻ ഒരുപാട് കുഴിച്ച് അവിടെ വലിയൊരു കുഴി ക്രിയേറ്റ് ചെയ്യുമ്പോ അതിന്റെ അടിയിലായിട്ട് ആ ഒരു നിധി ഇപ്പൊ കിബ കണ്ടുപിടിക്കും. അങ്ങനെ തന്നെ അതെടുത്ത് മുകളിലേക്ക് വരുമ്പോ ഇപ്പൊ പട്ടിക്കുട്ടി ആവട്ടെ അത് ഒരുപാട് ശബ്ദം ഉണ്ടാക്കി ഇപ്പൊ കിടന്ന് കുരയ്ക്കാൻ തുടങ്ങും. കിബ കുഴിയിൽ നിന്ന് ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറുമ്പോഴായിരിക്കും ആ ഒരു ഫേക്ക് നറൂട്ടോയും ഹിനട്ടയും അവരുടെ അടുത്തേക്ക് ഓടി വരിക. ഉടനെ കിബ അവരെ കണ്ടിട്ട് എന്തു പറ്റി, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഹിനട്ടയുടെ കാലിലെ മുറിവ് അത് ഇത്ര പെട്ടെന്ന് മാറിയോ എന്ന് കിബ ചോദിക്കുമ്പോ അവര് കാഷ്വലായിട്ട് പറയും, അല്ല അതിപ്പോ കുഴപ്പമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു നിധിയുമായിട്ട് ഗ്രാമത്തിലേക്ക് പോകാമെന്ന്. പക്ഷെ കിബയ്ക്ക് മനസ്സിലാവും മാപ്പ് ഉണ്ടായിട്ട് പോലും വഴി തെറ്റിപ്പോകുന്ന കുട്ടപ്പൻ എങ്ങനെ ഇപ്പൊ കറക്റ്റായിട്ട് ഇവിടേക്ക് എത്തി. മാത്രമല്ല അക്കമൊരു പട്ടിക്കുട്ടി അവരെ സ്മെല്ല് ചെയ്ത് ഇപ്പൊ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഹിനട്ടയുടെ കാലിലെ മുറിവ് അതിത്ര പെട്ടെന്ന് എങ്ങനെ സുഖമായി. കിബ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോ വീഴാണ് അവന്റെ തലക്കൊരടി. അത് കഴിഞ്ഞ് അവരാവട്ടെ ഇപ്പൊ കിബയും തൂക്കിയെടുത്ത് ആ ഒരു വടിവേലു വില്ലനുള്ള അതേ ഗുഹയിലേക്ക് പോകും. വില്ലൻ വേറെ ഒരുത്തിനോട് പറയും, നീ എത്രയും പെട്ടെന്ന് ഈ കിബയുടെ ഫേസ് അതങ്ങനെ തന്നെ കോപ്പി ചെയ്. അത് കേൾക്കേണ്ട താമസം അവൻ കറക്റ്റായിട്ട് ഇപ്പൊ കിബയുടെ ഫേസ് അങ്ങനെ തന്നെ കോപ്പി ചെയ്യും. ആ സമയത്ത് ഇപ്പൊ കിബയാവട്ടെ ഞെട്ടി ഉണരും. അവര് കിബയെ തൂക്കിയെടുത്ത് ഇപ്പൊ കുട്ടപ്പനെയും ഇരട്ടയും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ സെല്ലിലേക്കിടും. നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇവിടെ എന്താ നടക്കണേന്ന്. അവര് ചോദിക്കും, നമ്മുടെ ആൾക്കാർ ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അതിനവര് പറയും, ഇത് ഫേസ് കോപ്പിങ് നെൻജിപ്സു ആണ്. ഈ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളെപ്പോലായി തീർന്ന് നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് തന്നെ ഇപ്പൊ കടന്നു ചെല്ലും. അങ്ങനെ നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് നിങ്ങളുടെ ഗ്രാമത്തിലെ രഹസ്യങ്ങൾ അതെല്ലാം തന്നെ ഞങ്ങൾ കൈവശപ്പെടുത്തും. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാര് പേടിച്ച് വിറച്ച് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.